എല്ലാ പ്രേക്ഷകർക്കും അറേബ്യൻ മലയാളി വ്ളോഗ് എന്ന ഈ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വിഷയം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന്റെ ചില ഏറ്റവും ലേറ്റസ്റ്റ് വാർത്തകൾ വന്നിരിക്കുകയാണ്. ഇന്ന് തന്നെ ഒരുപാട് വാർത്തകൾ കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു കുറേ വാർത്ത. അപ്പോൾ ഈ വാർത്തകളൊക്കെ തന്നെ കൂട്ടി യോജിപ്പിച്ച് അത് മനസ്സിലേക്ക് എടുത്താൽ എന്താണ് അതിന്റെ ഫലം എന്ന് വെച്ചാൽ യുദ്ധം ഉടനെ തന്നെ ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഇറാനെ ഇസ്രായേലും അമേരിക്കയും കൂടി ആക്രമിക്കാൻ പോകുന്നുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള തയ്യാറെടുപ്പ് രണ്ട് ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. അതായത് അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഇറാന്റെ ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഇത് ഇക്കാമത്താണ്. അപ്പൊ ഈ ഒരു യുദ്ധം ഇനി നടക്കുകയാണെങ്കിൽ അത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അത് ഇസ്രായേലിന്റെ നിർബന്ധത്തിന് വഴങ്ങി അമേരിക്ക നടത്തുന്ന ഒരു യുദ്ധമായിരിക്കും. അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം തന്നെ ഇസ്രായേലിനെ സന്തോഷിപ്പിക്കാനും സുരക്ഷിതമായി നിർത്താനുമാണല്ലോ ആ ഒരു രാജ്യം ഉള്ളത് തന്നെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന് വേണ്ടി ഇറാനെ തകർക്കുക എന്നുള്ള അവരുടെ ഒരുപാട് കാലത്തെ സ്വപ്നം നടപ്പാക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ കുറെ ആൾക്കാർ അസ്സലാം വലൈക്കും എന്നൊക്കെ പറയുന്നത്, ഹലോ ഹായ് എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും തിരിച്ചും വാലിക്കും സലാം ഹായ് ഹലോ എന്ന് പറയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതിട്ടോ. അഭിപ്രായങ്ങൾ, ഈ ഒരു വിഷയകരമായിട്ട് അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, നിങ്ങൾക്ക് കിട്ടിയ ന്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒന്ന് എഴുതുക അവിടെ. ഹായ് ഹലോ പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് വായിക്കാൻ വല്ലതും വേണ്ട അവിടെ. ഓക്കെ, അപ്പോ ഇന്ന് കിട്ടിയ വാർത്ത പ്രകാരമാണെങ്കിൽ ഈ ബഹ്റൈൻ, കുവൈത്ത്, UAE പിന്നെ മറ്റുള്ള രാജ്യങ്ങളുണ്ടെന്ന് എനിക്കറിയില്ല. ഈ 3 രാജ്യങ്ങളിൽ നിന്ന് ഈ അമേരിക്കയുടെ അനാവശ്യമായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതായത് ഈ ചില പട്ടാളക്കാരുടെ ഫാമിലി ഒക്കെ കൂടെ ഉണ്ടാവും. അപ്പൊ ഈ ഫാമിലിയുടെ ഒന്നും ആവശ്യമില്ല. ആ ഫാമിലി ഇതൊക്കെ ഉള്ള ആൾക്കാർ, പിന്നെ അതുപോലെ തന്നെ ഈ കച്ചവടക്കാര് അമേരിക്കയിൽ വന്നിട്ട് ഓരോ കച്ചവടം നടത്തുന്നുണ്ട്. ഈ എന്താ പറയാ, ഈ സൈനികരുടെ ഓരോ കച്ചവടം നടത്തുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ സാധനം വിൽക്കലൊക്കെ. അങ്ങനത്തെ അനാവശ്യമായിട്ടുള്ള ആൾക്കാരനൊക്കെ തിരിച്ച് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് അയക്കാനാണ് പറയുന്നത്, അടുത്ത വിമാനത്തിൽ തന്നെ. അങ്ങനെ 3 സ്ഥലത്തുനിന്ന് അനാവശ്യമായിട്ടുള്ള അമേരിക്കക്കാരനെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൽ തന്നെ അതൊരു സൂചനയാണ്, ഒരു എന്താ പറയാ, ഒരു സിഗ്നലാണ്. എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. അല്ലാതെ 3 രാജ്യങ്ങളിലത്തെ ഈ അമേരിക്കക്കാരനെ അങ്ങനെ തിരിച്ചു വിളിക്കൂല. 3 രാജ്യങ്ങളത്തെ വിളിച്ചു എന്നാണ് പറയുന്നത്. ചിലപ്പോൾ സൗദി അറേബ്യയും മറ്റൊക്കെ ഉണ്ടാവും. അതിപ്പോ വാർത്ത പുറത്തു വന്നിട്ടില്ല. അതൊന്ന്. രണ്ടാമത്തേത്, ഇറാന്റെ ഭാഗത്തുനിന്ന് അതിഭയങ്കരമായിട്ടുള്ള ഒരുക്കം. ഇപ്പൊ തന്നെ നമുക്കറിയാം, അവർ ഓൾറെഡി എല്ലാ സംഗതികൾ വിന്യസിച്ച് കാത്തിരിക്കുകയാണ് ഇങ്ങോട്ടൊരു ആക്രമണം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പൊ തന്നെ തൂഫാനാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പൊ അവരുടെ ബങ്കറിലുള്ള സർവ്വ ഡ്രോണുകളും മിസൈലൊക്കെ വേഗത്തിൽ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ റഷ്യ അവരുടെ ഏറ്റവും നല്ല മിസൈലല്ല, പക്ഷെ നല്ല മിസൈലുകളിൽ ഒന്ന് സിർക്കോൺ പറഞ്ഞിട്ടൊരു മിസൈലുണ്ട്. സൂപ്പർ ഹൈപ്പർസോണിക് മിസൈലാണ്. അത് തിടുക്കം കൂട്ടി ഇറാനെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ ഈ ഒരുക്കും കാര്യങ്ങളും ഈ തിടുക്കും അങ്ങോട്ടുള്ള ഓട്ടൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ അതിമാരകമായ ഒരു യുദ്ധം നടക്കും എന്നാണ് ഈ പറഞ്ഞ എല്ലാ സൂചനകളും നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ വാർത്തകൾ നമുക്ക് അതിൽ നിന്ന് പരിശോധിക്കുക, എന്താണ് സൂചനകൾ എന്നുള്ളത്. കാരണം ചർച്ചയൊക്കെ അലസിപ്പോയിട്ടോ, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ചർച്ച 6ാം ഘട്ടം 7ാം ഘട്ടം ഒക്കെ കഴിഞ്ഞ് അതൊക്കെ അലസിപ്പോയി. ഈ എന്താ പറയാ, നെതന്യാഹു എപ്പോ നോക്കിയാലും അമേരിക്കയിലാണ്. അമേരിക്കയിൽ എപ്പോ പോയിട്ട് ഇങ്ങനെ ഈ ട്രംപിനെ കാണും, യുദ്ധം ചെയ്യണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോഴും അമേരിക്കയിലെ തോന്നുന്നുണ്ട്. ഇപ്പൊ അടുത്ത് എന്താ പറയാ, ഇസ്രായേലൊന്നും കണ്ടിട്ടില്ല മൂപ്പരനെ. അപ്പൊ എപ്പോ നോക്കിയാലും അമേരിക്കയിലാണ്. അയാൾക്ക് വേണ്ടത് ഇറാൻ എന്നുള്ള ഭീഷണി അവസാനിപ്പിക്കാറും. ഇറാൻ കാരണമാണ് ഈ ഇസ്രായേലിന് ഇപ്പൊ ശ്വാസം വിടാൻ പറ്റാത്തത്. ഉദാഹരണമായിട്ട് ഒന്ന് യമൻ തന്നെ, രണ്ടാമത്തത് ഹമാസ് പോരാളികൾ. ആകെ 30,000 പോരാളികളുള്ളൂ. അവരെ ഒതുക്കാൻ പറ്റുന്നേ ഇല്ല. മാസം 2 കഴിഞ്ഞു. ഇപ്പൊ അവസാനത്തെ യുദ്ധത്തിന്റെ കാര്യം പറയാണ്. 2 വർഷത്തോളമായി. ഇപ്പൊ ജൂൺ ആയില്ലേ, 2 മാസം കഴിഞ്ഞാൽ 2 വർഷമായി. 2 വർഷം കൊണ്ട് ചെറിയൊരു ഗാസനെ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല, കുറെ നിരപരാധികളെ കൊല്ലല്ലാതെ. അപ്പൊ അതിനൊക്കെ കാരണം ഇറാനാണ്.
അപ്പൊ ഈ ഇറാനോടൊന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാതും അവരുടെ കയ്യിലാണ്. ഇപ്പൊ സിറിയ ഓൾറെഡി ഇസീസ് ഭീകരന്മാരുടെ കയ്യിലാണല്ലോ. ഇസീസ് ഭീകരന്മാർ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്നതാണ്, മറ്റേ സംഘികൾക്ക് ഒഴികെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ഇസ്രായേൽ അമേരിക്ക ഉണ്ടാക്കിയ അവരുടെ തീവ്രവാദി സംഘമാണ്, കൂലിത്തല്ലുകാരാണ്. മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി, മുസ്ലിം രാജ്യങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കൂലിത്തല്ലുകാരാണ് ഇസീസ് ഭീകരവാദികൾ. അവരാണല്ലോ ഇപ്പൊ ഈ സിറിയ പിടിച്ചെടുത്തത്. അപ്പോ അതിലും ഈ നെതന്യാഹുക്ക് സംശയമുണ്ട്. കാരണം ഇത് എത്ര കാലം സിറിയത്തെ ഇപ്പൊ വന്ന തീവ്രവാദി ഉണ്ടല്ലോ, ഇസീസ് ഭീകരൻ, എന്താണ് ജൊലാനി പറഞ്ഞിട്ടുള്ള, അയാൾ എത്ര കാലം ഇസ്രായേലിന്റെ കൂടെ നിൽക്കുമെന്ന് ഉള്ളൊരു സംശയം വന്നിട്ടുണ്ട്. ആ സംശയം കാരണം ഇപ്പോ ഒരേ ഒരു രക്ഷയുള്ളൂ, ഇറാനെ തകർക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എന്നെങ്കിലും, കാരണം ചരിത്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പൊ ഇറാഖ് തന്നെ കണ്ടില്ലേ, അമേരിക്കൻ സൈന്യം അവിടെ ഇടിച്ചു കയറി സദ്ദാം ഹുസൈനെ കൊന്നപ്പോ അവിടുത്തെ ജനങ്ങൾ തുള്ളിച്ചാടി സന്തോഷം കൊണ്ട്. അമേരിക്കക്കാർ വന്നേന്ന് പറഞ്ഞിട്ട് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പക്ഷെ കുറച്ചു വർഷം കഴിഞ്ഞപ്പോ അതേ ജനങ്ങൾ അമേരിക്കക്കാർക്കെതിരെ തിരിഞ്ഞു. അങ്ങനെ അവിടെ ഇട്ടെറിഞ്ഞ് ഓടേണ്ടി വന്നത്. അപ്പൊ ചരിത്രം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഈ പറഞ്ഞ എന്താ പറയാ, ഈ ജോലാനി, ഇസ്രായേലിന്റെ ഇസീസ് ഭീകരവാദി, അയാൾ ഇനിയിപ്പോ കുറച്ച് വർഷം കഴിഞ്ഞാൽ അയാളെ വല്ലവരും തട്ടിയിട്ട് അയാളെ വല്ലവരും വെടിച്ച് കൊന്നിട്ട് അവിടെ വേറെ വല്ലവരും ഭരണം പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഇറാൻ അങ്ങോട്ട് വ്യാപിപ്പിക്കും. എന്താ പറയാ, അവരുടെ ശക്തി വ്യാപിപ്പിക്കും സിറിയയിലേക്ക്. അപ്പൊ അതില്ലാതാണെന്നുണ്ടെങ്കിൽ ഇതിന്റെയൊക്കെ എല്ലാ പ്രശ്നങ്ങളുടെ അടിവേര് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനാണ്. ആ ഇറാനെ തകർത്ത് തരിപ്പണമാക്കിയേ പറ്റൂ. അതും ഇപ്പൊ തന്നെ വേണം. കാരണം എന്താണ്, ഇല്ലാന്നുണ്ടെങ്കിൽ അവര് അണുവായുധം ഉണ്ടാക്കും എന്നുള്ള ഒരു എഡ്ജിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പോ എന്താ പറയാ, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോ അമേരിക്ക ഇസ്രായേലൊക്കെ നിൽക്കുന്നത്. അപ്പൊ അതിനെ കുറിച്ചുള്ള വാർത്തകളിലേക്ക് കടക്കുകയാണെങ്കിൽ, പിന്നെ ആദ്യത്തെ വാർത്ത, അതായത് ഇത് അമേരിക്കത്തെ തന്നെ ഒരു പ്രൊഫസറാണ്, ജോൺ എന്താ ഒരു പേര്, ജോൺ മെർഷിമർ എന്നാണ് മൂപ്പര് പേര്. യൂണിവേഴ്സിറ്റി ഓഫ് ചിക്കാഗോയിലത്തെ പ്രൊഫസറാണ് മൂപ്പര്. ഈ രാഷ്ട്രീയ നിരീക്ഷകനൊക്കെ ആണ് മൂപ്പര്. മൂപ്പര് പറയുന്നത്, ഇറാനെ പോലത്തെ രാജ്യങ്ങൾ എത്രയും പെട്ടെന്ന് അണുവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെ ഈ മനുഷ്യ ശവങ്ങൾ തിന്നുന്ന കഴുകന്മാരുണ്ടല്ലോ, അതുപോലെ അവരെ, അതായത് ഇറാനെ തിന്ന് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ശവന്തിനി കഴുകുമാർ ചുറ്റും കാത്തിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാനെ പോലത്തെ രാജ്യങ്ങൾ എത്രയും പെട്ടെന്ന് അണുവായുധം കൈവശപ്പെടുത്തണം എന്ന് പ്രഖ്യാപിക്കുകയാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ശത്രുക്കൾ ഉള്ളത് ഇറാനാണ്. അത് കഴിഞ്ഞിട്ടേ ബാക്കി ആരെങ്കിലും ഉള്ളൂ. റഷ്യ ഉണ്ട്, പക്ഷെ റഷ്യയുടെ അടുത്ത് 6500 അണുവായുധം ഉണ്ടല്ലോ. ഇവരുടെ അടുത്ത് ഒന്നുമില്ല. ഈ ഒന്നുമില്ലാത്ത അവസരം കണ്ടുകൊണ്ടാണ് ആക്രമിച്ച് മൊത്തം രാജ്യം നശിപ്പിക്കുക ഈ പാശ്ചാത്യര്. അങ്ങനെയാണ് ഇറാഖും ലിബിയയും സിറിയയും ഒക്കെ നശിപ്പിച്ചിട്ടുള്ളത്, പിന്നെ അഫ്ഗാനിസ്ഥാനൊക്കെ. അപ്പോ ഈ ഒരു പ്രൊഫസറുടെ അഭിപ്രായ പ്രകാരമാണെങ്കിൽ എത്രയും പെട്ടെന്ന് അണുവായുധം ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അവിടെ ആയത്തുള്ള ഖൊമൈനി പറയുന്നത് മൂപ്പര് ഇതിനെ അഗേൻസ്റ്റ് ആണ്. ആയത്തുള്ള ഖൊമൈനി അണുവായുധത്തിന് എതിരാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ മൂപ്പര് പറയുന്നത് ഇസ്ലാമിക നിയമത്തിന് എതിരാണ്. കാരണം ഒരു അണുവായുധം ഇട്ട് കഴിഞ്ഞാൽ ദശലക്ഷക്കണക്കിന് നിരപരാധികളെല്ലാം മരിക്കുക എവിടെ ഇട്ടാലും. അപ്പൊ മറ്റേ മിസൈലൊക്കെ എന്ന് പറഞ്ഞാല് പിന്നെ സൈനിക കേന്ദ്രത്തിൽ ഇട്ടാൽ ആ സൈനിക കേന്ദ്രം മാത്രമേ തകരുള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇത് സൈനിക കേന്ദ്രത്തിൽ ഇട്ടാൽ തന്നെ അതിന് ചുറ്റുമുള്ള ഒരുപാട് ലക്ഷക്കണക്കിന് നിരപരാധികൾ മരിക്കും. അപ്പോൾ അങ്ങനത്തെ ആയുധം ഇസ്ലാമിൽ ഹറാമാണെന്ന് പറഞ്ഞിട്ട് ആണ് അത് ഉണ്ടാക്കാൻ അനുവാദം കൊടുക്കാത്തത്. അവിടുത്തെ ISRG പറയുന്നത്, അവിടുത്തെ സൈനിക മേധാവികൾ പറയുന്നത്, ഞങ്ങൾക്ക് ആയത്തുള്ള ഖൊമൈനിയുടെ പച്ചക്കൊടി കിട്ടിയിട്ടില്ല, കിട്ടിയ ഉടനെ ഞങ്ങൾ ഉണ്ടാക്കുന്ന പറയുന്നത്. അതിനുള്ള എല്ലാതും റെഡിയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിൽക്കണം അവര്. അതിനിപ്പോ അതിന്റെ അകത്ത് വല്ല സത്യമുണ്ടോ ഇല്ലെന്ന് നമുക്കറിയില്ല. ഇനിയിപ്പോ അമേരിക്കക്കാരനെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണോ എന്നും നമുക്ക് അറിയില്ല കേട്ടോ. അതൊന്നും വ്യക്തമല്ല. എന്തായാലും ഉണ്ടാക്കത്തിന്റെ കാരണം ഇതാണെന്നാണ് പറയുന്നത്. പക്ഷെ ലോകത്തെല്ലാവരും പറയുന്നത്, റഷ്യ ഉൾപ്പെടെ പറയുന്നത്, ഇറാൻ എത്രയും പെട്ടെന്ന് ന്യൂക്ലിയർ ആയുധം ഉണ്ടാക്കണം തന്നെയാണ്. പിന്നെ ഈ മാപ്പിൽ കാണുന്നതാണ് ഇറാന്റെ ശത്രുക്കൾ. ഇറാന്റെ ചുറ്റും ശത്രുക്കളാണ്. ഇറാന്റെ ശത്രുക്കളാന്നൊക്കെ. അപ്പൊ ഇത്രയും ശത്രുക്കളുള്ള ഇറാൻ തീർച്ചയായിട്ടും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കണ്ടേ? പക്ഷെ ഉണ്ടാക്കുന്നില്ല.
കണ്ട ഈ ചുവന്ന കുത്ത് കാണുന്നതൊക്കെ അമേരിക്കൻ, ബ്രിട്ടീഷ്, ഫ്രാൻസ് സൈനിക താവളങ്ങളാണ്. ഇസ്രായേലിനെ തൊട്ട് കളിച്ചാൽ ഇതിൽ നിന്നൊക്കെ ഇറാൻ ആക്രമണം വരും എന്നുള്ളത് അത് സാങ്കല്പികതയോ അനുമാനമല്ല, അത് ഉറപ്പാണ്. കാരണം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ അമേരിക്ക മാത്രമല്ല, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഇവരൊക്കെ എന്താ പറയാ സ്വമേധയാ തലകുമ്പിട്ട് കാത്തിരിക്കുകയാണ്. ഇസ്രായേലിനോട് ചോദിക്കുകയാണ്, നെത്തന്യാഹുവിനോട് ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്യണം നിനക്ക് വേണ്ടിയിട്ട് ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെ തന്നെ ഇറാന് കണ്ണ് വെട്ടി തുറക്കുന്ന പോലെ, കണ്ണിന്റെ പോൾ അടച്ചു തുറക്കുന്നതിന് മുമ്പേ ആക്രമണം ഉണ്ടാവും. ഇതാണല്ലോ, ഒരുപാട് എണ്ണ തീരൂല, 100 കണക്കിന്. അപ്പൊ അങ്ങനത്തെ ഒരു തീകുണ്ടത്തിന്റെ സെൻട്രലാണ് ഈ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇരിക്കുന്നത്. എന്നിട്ടാണ് അവർ പറയുന്നത് ഞങ്ങള് ഇത് ഉണ്ടാക്കൂല, ഇത് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കൂല എന്ന് പറയുന്നത്. പിന്നെ അടുത്ത വാർത്തയിൽ US has warned countries not to attend the UN കോൺഫറൻസ്. യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സമ്മേളനം കൂടാൻ പോകുന്നുണ്ട്. പാലസ്തീന്റെ കാര്യം ഒന്നുകൂടി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യമില്ല, 77 വർഷമായിട്ട് ചർച്ചയല്ലേ ഉള്ളൂ, വേറെ ഒന്നുമില്ലല്ലോ. അപ്പൊ വീണ്ടും ചർച്ചയ്ക്ക് കൂടുന്നുണ്ട്. പക്ഷെ അതുപോലും തടയുകയാണ് ഈ ഒരു ട്രംപ് ചെയ്യുന്നത്. ട്രംപ് പറയുന്നത് ആരെങ്കിലും ആ ഒരു പാലസ്തീന്റെ ചർച്ച ചെയ്യുന്ന മീറ്റിംഗിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുന്നതാണ് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ എന്തുകൊണ്ടാണ് ഈ മോദിയൊക്കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് മനസ്സിലായില്ലേ? കാരണം ട്രംപിനെ ഭയങ്കര പേടിയാണ്. ട്രംപ് എന്ത് പറഞ്ഞാലും എലി പേടിച്ച് വറച്ച് അത് എന്താ പറയാ അക്ഷരം പ്രതി അനുസരിക്കും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ ഇനി അഥവാ ഏതെങ്കിലും സംഘടന, മുസ്ലിം ആയിക്കോട്ടെ അല്ലാത്തതായിക്കോട്ടെ, പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടൊരു പ്രകടനം നടത്തി കഴിഞ്ഞാൽ, ഒരു റാലി നടത്തി കഴിഞ്ഞാൽ ചിലപ്പം ട്രംപ് അണ്ണൻ ദേഷ്യപ്പെടുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇന്ത്യയിൽ എവിടെയും തന്നെ പാലസ്തീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു റാലിയും വേണ്ട എന്ന് വാശി പിടിച്ച് സംഘി ഭീകരന്മാരുടെ കോടാലും പിക്കാസും കയ്യിൽ കൊടുത്ത് വിട്ടിരിക്കുന്നത്. അപ്പൊ ഇതാണ് അതിന്റെ രഹസ്യം. ട്രംപിന് ഇഷ്ടമില്ല. ട്രംപിന് ഇഷ്ടമില്ലാത്തതൊന്നും തന്നെ മോദി ചെയ്യുകയുമില്ല. അങ്ങനെയാണ് ബ്രിക്സ് കറൻസി വരെ, ബ്രിക്സ് എന്നുള്ള സംഘടന വരെ മോദി ദുർബലപ്പെടുത്തിയത്. പേടിച്ച് വിറച്ചിട്ടാണ്. ഭയങ്കര പേടിയാണ് ട്രംപിനെയും ചൈനനൊക്കെ. എന്താറില്ല ഇത്. എന്നാലും ഇന്ത്യക്കകത്ത് ഭയങ്കര തള്ളിമറിക്കൽസാണ്. പക്ഷെ ആ തള്ളിമറിക്കൽസ് പുറത്ത് നടക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് ഈ കാണുന്നൊക്കെ. പിന്നെ അടുത്ത വാർത്ത, ഇത് പിന്നെ ഇസ്രായേലിലുള്ള അമേരിക്കയുടെ അംബാസഡറല്ലോ, അമേരിക്കൻ എംബസി ഇസ്രായേലിലുണ്ട്. അതില് അമേരിക്കൻ അംബാസഡർ ഒരു ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ സൈറന്റെ ശബ്ദം കേട്ട് അയാൾ ഇറങ്ങി ഓടുകയാണ്. ഇറങ്ങി ഓടുന്ന ഓട്ടത്തിൽ മൂപ്പർ പറയാണ്, ആ അവതാരകല്ലാതെ ഓൺലൈനാണ്, അവിടെ അവതാരകമൊന്നുമില്ല, ഓൺലൈനായിട്ട് വേറെ ഏതോ ചാനലിൽ ഇന്റർവ്യൂ കൊടുക്കുകയാണ്. അങ്ങനെ ഇറങ്ങി ഓടുന്ന ഓട്ടത്തിൽ മൂപ്പര് പറയുന്നുണ്ട്, കള്ള ഇതാണ് ഇന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ, ഒരു സ്ഥലത്തും സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ടാണ് ഇറങ്ങി ഓടുന്നത്. എന്താ സംഭവം? ഈ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പിന്നെ യമനിൽ നിന്നുള്ള ഒരു ഹൈപ്പർസോണിക് മിസൈൽ വരുന്നത്. ദിവസം ഒന്നാണെങ്കിലും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ യമനിൽ നിന്ന്. അപ്പൊ യമനെ ഒതുക്കാൻ പറ്റിയില്ല. പിന്നെ യമൻ എവിടെ നിന്നാണ് ഈ ഹൈപ്പർസോണിക് മിസൈൽ കിട്ടുന്നത്? അത് ഇറാനിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇറാൻ എന്നേക്കുമായിട്ട് തകർത്ത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞ ഈ കൃത്രിമ രാജ്യം, തീവ്രവാദി രാജ്യത്തിന് സമാധാനമായിട്ട് മിഡിൽ ഈസ്റ്റിൽ എന്ത് തോന്നിവാസം ചെയ്തും വെലസി നടക്കാം. ഏത് അറബ് രാഷ്ട്രങ്ങളെയും നശിപ്പിക്കാം. എത്ര ഭൂമി വേണേലും കൈവശപ്പെടുത്താം. ആരും തന്നെ ചോദിക്കാൻ വരില്ല. അപ്പൊ അതിനാണ് ഇപ്പോ ഇറാന്റെ നേരെ ആക്രമിക്കാനുള്ള പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇയാളിത് പറഞ്ഞ് ഇറങ്ങി ഓടിയപ്പോ തന്നെയാണ്. പക്ഷെ ഈ ഒരു മിസൈൽ ഉണ്ടല്ലോ, ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ സാധാരണ തടഞ്ഞിടാൻ ഒക്കെ തകർക്കലാണ്, ആകാശ വെച്ചിനെ തകർക്കും. പക്ഷെ ഇത് തകർക്കാൻ പറ്റിയില്ല. അങ്ങനെ തകർക്കാൻ പറ്റാതെ അത് ബെൻഗുറിയൻ എയർപോർട്ട് ഉണ്ടല്ലോ അവരുടെ, അതിന്റെ അടുത്ത് പോയി വീണു അല്ലേ. ഇത് ഇന്നത്തെ വാർത്തയാണിട്ടത്. പിന്നെ യമൻ ഹൈപ്പർസോണിക് മിസൈൽ ബെൻഗുറിയൻ എയർപോർട്ടിന്റെ അടുത്ത് പോയിട്ട് വീണിരിക്കുകയാണ്. നല്ല എന്താ പറയാ, നല്ല സ്ഫോടക ശക്തിയുള്ള ഒരു മിസൈലായിരുന്നു. പക്ഷേ ഏതൊരു കോമഡിയിലാണോ സിനിമയിലാണോ അറിയില്ല, പറയുന്നുണ്ട് ഒരു ഇത്തിരി കൂടി അങ്ങോട്ട് ആയിട്ടുണ്ടെങ്കിൽ ആ മതിലിട്ട് പോയി കിട്ടിയിരുന്നു പറയുന്നുണ്ടല്ലോ സിനിമയിലേ. ഒരു ബുൾഡോസർ, ഒരു റോഡ് റോളർ ബ്രേക്ക് പൊട്ടി വന്നിട്ടേ. അപ്പൊ അതുപോലെയാണ് ഇത്. ഒരു ഇത്തിരി കൂടി കിട്ടാണെങ്കിൽ
ആ എയർപോർട്ടിൽ പോയി കിട്ടിയിരുന്നു. പക്ഷെ എയർപോർട്ടിൽ പോയി വീണില്ല. അപ്പൊ അതുകൊണ്ടാണ് അത് വലിയൊരു വാർത്തയാവാത്തത്. പക്ഷെ മനസ്സിലാക്കേണ്ടത് എല്ലാ ദിവസവും ഓരോന്നായിട്ട് ഹൈപ്പർസോണിക് മിസൈൽ ഇവർ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹൂത്തി സൈന്യം. അതിന്റെ തെളിവാണ് ഈ കാണുന്നതൊക്കെ. പിന്നെ അയാളുടെ ഇറങ്ങിയോട്ടൊക്കെ. പിന്നെ ഈ കാണുന്ന വാർത്ത, US bases and fleets in the Middle East are on high alert. The United States have made a decision regarding the Middle East. എന്തോ ഒരു തീരുമാനം മധ്യപൂർവേഷ്യയെ കുറിച്ച് അമേരിക്ക എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ചല്ലോ, ഇറാന്റെ ചുറ്റുമുള്ള സൈനിക താവളങ്ങൾ, ആ സൈനിക താവളങ്ങളുടെ മുഴുവൻ ഹൈ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏത് നിമിഷം എന്തും സംഭവിക്കുക, എല്ലാവരും ആകാശത്തേക്ക് നോക്കിയിരുന്നോ എന്നും പറഞ്ഞിട്ട് ഹൈ അലർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതന്നെ ഈ വക ഇറാനെ ആക്രമിക്കാൻ പോകുന്നുണ്ട് എന്നതിന്റെ സൂചന തന്നെയാണത്. പിന്നെ ഇറാന്റെ ഭാഗത്ത് നിന്ന് മേജർ ജനറൽ സലാമി, ദ ISRG നേവി ഈസ് ഫുൾ കോമ്പാറ്റ് റെഡിനെസ്. പിന്നെ അത് അവരുടെ നേവി, സമുദ്രത്തിൽ കിടക്കുന്ന സൈനികം, നേവി ഇറാന്റെ, അവരുടെ സൈനിക മേധാവി പറയാണ്, ഞങ്ങളും എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു, ഞങ്ങളും ഫുൾ അലർട്ടിലാണ്. ഏത് നിമിഷവും ഞങ്ങളുടെ പരമാധികാര കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ പറഞ്ഞ നിമിഷങ്ങൾക്കകം ഞങ്ങളുടെ ടാർഗറ്റ് ഉണ്ട്. അവർ ടാർഗറ്റ് ഓൾറെഡി ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്കൊക്കെ നിമിഷ നേരം കൊണ്ട് ആക്രമിക്കും എന്നാണ് അവര് പറയുന്നത്. ഇതൊക്കെ ഇന്ന് രാവിലത്തെ വാർത്തയാണ്. അപ്പൊ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ട്. ഇനി ആ ട്രംപ് ഭ്രാന്തനല്ല, ചിലപ്പോ ഇതെന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും ഒരു മുൾമുനയിലാണ് നിൽക്കുന്നത്. ഇനിയിപ്പോ അത് കൂടുതൽ കാലം നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല. ഇതൊരു യുദ്ധം കൊണ്ട് തന്നെ അവസാനിക്കുകയുള്ളൂ. US വാണ്ട് കൺട്രീസ് നോട്ട് ടു അറ്റൻഡ്. ഇത് വായിച്ചല്ലോ, യുണൈറ്റഡ് നേഷൻസിൽ പങ്കെടുക്കാൻ പാടില്ല. അപ്പൊ അത്രക്ക് അധികം ഇതാണ്. പിന്നെ ഇത് ഇന്റർവ്യൂ ഇവിടെ ഇറാൻ ഡിഫൻസ് മിനിസ്റ്റർ, പ്രതിരോധ മന്ത്രി ഇറാന്റെ പറയാണ്, വി ഹാവ് ടെസ്റ്റഡ് എ മിസൈൽ വിത്ത് 2 ടൺ വാർഹെഡ്. അതായത് 2000 കിലോ ഭാരം വരുന്ന വാർഹെഡ് മാത്രം കേട്ടോ, വാർഹെഡിന്റെ കാര്യം മാത്രമാണ് ഈ പറയുന്നത്. അതിൽ 2000 കിലോ സ്ഫോടക വസ്തുവാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അങ്ങനത്തെ മിസൈലുകൾ ഞങ്ങൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അത് ഈ ഇസ്രായേൽ എങ്ങാനും ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങൾ അതായിരിക്കും ഉപയോഗിക്കാന്നാ പറയുന്നത്. അത് 1000 ഉണ്ടെന്നാ പറയുന്നത്. ഇവരുടെ അണ്ടർഗ്രൗണ്ടിന്റെ വീഡിയോകൾ വീണ്ടും റിലീസാക്കിയിട്ടുണ്ട്. ഇപ്പൊ അണ്ടർഗ്രൗണ്ടിൽ നിന്നൊക്കെ ആയുധങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി വിന്യസിച്ചിട്ടുണ്ട്. അതിലും പുറമെ ഡ്രോണുകളാണ്. ഇന്നത്തെ യുദ്ധത്തിന്റെ ശക്തി ഡ്രോണുകളാണല്ലോ, അല്ല ടാങ്ക് ഒന്നല്ലല്ലോ. അപ്പൊ ഡ്രോണുകളൊക്കെ ധാരാളം ഫീൽഡിലേക്ക് ഇറക്കിയിരിക്കുകയാണ്. അപ്പോ എന്തും സംഭവിക്കാം. ഇഫ് കോൺഫ്ലിക്ട് ഫേസിംഗ് ദ US ടു വിഡ്രോ ഫ്രം ദ റീജിയൻ. ഈ ഒരു അഥവാ ആക്രമിക്കുകയാണെങ്കിൽ, അഥവാ അമേരിക്കയോ ഇസ്രായേലോ ആക്രമിക്കുകയാണെങ്കിൽ പിന്നെ ഒരൊറ്റ താവളവും, വി വിൽ സ്ട്രൈക്ക് ഓൾ അമേരിക്കൻ ബേസസ് ഇൻ ദ റീജിയൻ വിതൗട്ട് ഹെസിറ്റേഷൻ. ഒരു സംശയം വേണ്ട, എല്ലാ അമേരിക്കൻ താവളങ്ങളും നിമിഷ നേരം കൊണ്ട് ആക്രമിച്ച് ചുട്ട് ചാമ്പലാക്കും എന്നാണ് പറയുന്നത്. ഇനി പറയുന്നതും ചെയ്യുന്നതും ഒരേപോലെയാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ യുദ്ധം തുടങ്ങുക തന്നെ വേണം, അല്ലാതെ അറിയില്ല. പിന്നെ ഈ വാർത്തയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. US ordered evacuation from family members and non-essential ബഹ്റൈൻ ആൻഡ് കുവൈത്ത്. ബഹ്റൈനിൽ നിന്നും കുവൈത്തിൽ നിന്നും പിന്നെ ആവശ്യമില്ലാത്ത സർവീസ് പേഴ്സണൽ ഉണ്ടല്ലോ, US പേഴ്സണൽ, അവരൊക്കെ ബഹ്റൈനിൽ നിന്ന് എത്രയും പെട്ടെന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു അയക്കാനാണ് പറയുന്നത്. അത് ട്രംപിന്റെ ഓർഡറാണ്. ബഹ്റൈൻ കുവൈത്താണ് ഈ വാർത്ത. പക്ഷെ UAEയിൽ നിന്നും ഇതേപോലെ തന്നെ ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് അത് വാർത്തയിൽ തന്നെ ഉണ്ട്. അപ്പോ പിന്നെ ഇത് ബ്രേക്കിംഗ് ന്യൂസ് ആട്ടോ. കുഡ് പ്രൊവൈഡ് ഡെലിവർ. ഇത് റഷ്യ അത് തിടുക്കം കൂട്ടിക്കൊണ്ട് ഇപ്പോ ഈ ഇറാന് അവരുടെ സിർക്കോൺ എന്ന് പറയുന്ന മിസൈലുകൾ സിർക്കോൺ എന്ന് പറയുന്ന മിസൈലുകൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് എന്തിനാന്ന് വെച്ചാല് ഈ ഇസ്രായേലിന്റെ ആണവ നിലയങ്ങൾ, അണുവായുധ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള വെയർ ഹൗസുകളൊക്കെ ഉണ്ടല്ലോ,
അതിലേക്കൊക്കെ ആക്രമിക്കാനാണ് കൊടുക്കുന്നത് എന്നാണ് പറയുന്നത്. കാരണം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ഇറാനും റഷ്യയും ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പിൽ സൈൻ ചെയ്ത രണ്ട് രാജ്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇറാൻ യുദ്ധം ചെയ്യുമ്പോൾ റഷ്യക്കാർ നോക്കി നിൽക്കൂല. കാരണം അവരുടെ ഓൾറെഡി സന്ധി ഉണ്ട്. അതുകൊണ്ടാണ് റഷ്യ യുക്രൈനുമായി യുദ്ധം ചെയ്യുമ്പോൾ ഇറാൻ ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ സഹായങ്ങൾ തിരിച്ചും ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സിർക്കോൺ മിസൈലുകൾ സ്പീഡ് കൂട്ടിയിരിക്കുകയാണ്, കൊടുക്കുന്ന വേഗത കൂട്ടിയിരിക്കുകയാണ് എന്നാണ് ഈ വാർത്ത മാത്രമല്ല നിരവധി വാർത്തകൾ പറയുന്നത്. പിന്നെ ഇത് റഷ്യനെ വീണ്ടും വിഡ്ഢിയാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ജർമ്മനിയിലത്തെ ഇപ്പോഴത്തെ മേധാവി ഉണ്ടല്ലോ, ഭരണാധികാരി മെഡ്സ് പറഞ്ഞിട്ടുള്ള ആള്, മൂപ്പര് പറയാണ് പിന്നെ ജർമ്മനി വാണ്ടഡ് ടു നെഗോഷിയേറ്റ്. മൂപ്പര് പറയാണ് ഈ യുക്രൈന്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് റഷ്യയുമായി ചർച്ച ചെയ്യണമെന്ന് പറയാണ്. ഈ പാശ്ചാത്യർ ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, അവര് തോറ്റു തുന്നം പാടിക്കണം, അവർ ദുർബലരായിരിക്കണമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അവർ ചർച്ചയ്ക്ക് വരികയില്ല. അവര് പരാജയപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിനെ നശിപ്പിച്ച് അത് പിടിച്ചെടുത്ത് അതിലത്തെ പ്രകൃതി സ്രോതസ്സുകളും അല്ലാത്ത സ്രോതസ്സുകളും എല്ലാം കാട്ട് മുടിപ്പിച്ച് ജ്യൂസ് പിഴിഞ്ഞിട്ടാണ് പോവുക. ശക്തി ഉണ്ടെങ്കിൽ. ശക്തി ഇല്ല, പരാജയപ്പെടുകയാണെങ്കിൽ ഞങ്ങൾ ചർച്ചയ്ക്കുണ്ട് എന്ന് പറയും. അങ്ങനെയാണ് ഹമാസിനോടൊക്കെ ചർച്ചയ്ക്ക് വന്നിരുന്നത്. കാരണം അടികിട്ടി മതിയായിട്ട്. അപ്പൊ റഷ്യനോട് പറയാണ് ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് യുക്രൈൻ യുദ്ധത്തിന്റെ കാര്യത്തിൽ. അപ്പൊ പുടിൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു. രണ്ട് വാക്ക് നോ ആണ് ആട്ടി ഓടിച്ച്. അതാണ് ആ വാർത്ത. കാരണം ഇവര് ചർച്ചയ്ക്ക് പോയാൽ അതിന്റെ പിന്നിലും വഞ്ചനായിരിക്കും. ആ ചർച്ച വരെ ഒരു സത്യസന്ധത പറഞ്ഞ സംഗതി ഉണ്ടാവില്ല. അപ്പൊ അത് പുടിന് നന്നായിട്ട് അറിയാം. അപ്പൊ അങ്ങനെ അവരുടെ സ്വപ്നം തകർന്നിരിക്കുകയാണ്. പിന്നെ ഇത് ഇറാൻ അവരുടെ സൈന്യത്തിന് മാക്സിമം അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പൊ ഈ അമേരിക്ക മാക്സിമം അലർട്ട് പ്രഖ്യാപിച്ച പോലെ തന്നെ ഇറാൻ അവരുടെ എല്ലാ സൈനിക താവളങ്ങളിലേക്കും ഹൈ അലർട്ടാണ്. എല്ലാവരും ആകാശത്തേക്ക് തന്നെ നോക്കി ഇരുന്നോളാനാ പറയുന്നത്. കാരണം വല്ലതും വരുവേ, മിസൈലോ പീരങ്കിയുടെ ഷെല്ലോ ഡ്രോണോ. അപ്പൊ എല്ലാവരും ഹൈ അലർട്ടായിട്ട് റഡാറൊക്കെ ഓപ്പൺ ആക്കി വെച്ചിരിക്കുകയാണ്. അപ്പൊ അതാണ് ഞാൻ പറഞ്ഞത്, എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് അവിടെ എന്നുള്ള കാര്യം. പിന്നെ അത് മാത്രമല്ല, അതിന്റെ ഇടയിലാണ് ഇത്രയും മാസം ഈ ഹൂത്തികളുടെ മിസൈൽ ഇവിടെ വീണിരുന്നില്ലല്ലോ, ഇസ്രായേലിൽ വീണില്ലല്ലോ. അയക്കുന്നുണ്ട് പക്ഷെ കൊള്ളുന്നില്ലല്ലോ. ഇപ്പോ ഈ ഗ്യാപ്പിൽ കൊണ്ട് അപ്പൊ എന്തോ ഒരു പാനിക് മോഡിലാണ് ഇസ്രായേലിന്റെ സൈന്യമുള്ളത്, ഒരു പാനിക് മോഡിലാണ്. അങ്ങനെ എന്തോ ശ്രദ്ധ തെറ്റിയപ്പോഴാണ് ഇതവിടെ ഈ എയർപോർട്ടിൽ വീണിട്ടുള്ളത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതൊക്കെ പറഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വാർത്ത. ഇത് ഇപ്പൊ ഇന്നും കൂടി എനിക്ക് കിട്ടിയ വാർത്ത. ഞാൻ ഈ ഇത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചല്ല, പക്ഷെ ഇത് വളരെ ഹൈ അലർട്ട് എല്ലാ രാജ്യങ്ങളും പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയതാണ്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് നോക്കാം, ഇന്നോ അല്ലെങ്കിൽ നാളെയോ യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെയും ചർച്ച അത് ഇത് പറഞ്ഞിട്ട് ട്രംപ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. കാരണം ട്രംപിനെ അറിയാം. പിന്നെ ഇപ്പൊ അവിടെ അമേരിക്കയിൽ ഭയങ്കര പിന്നെ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ അമേരിക്കയിൽ. കാരണം ഈ എമിഗ്രേഷൻ സംബന്ധമായിട്ട് മൈഗ്രേഷൻ സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. കൊള്ളിവെപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കടകളും വീടുകളൊക്കെ തീയിട്ടുകൊണ്ടിരിക്കുകയാണ്. സൈന്യം വന്നിട്ടാണ് ഇപ്പൊ കുറച്ച് ഒതുങ്ങിയത്. സൈന്യത്തിന് ഇറക്കി ട്രംപ്, ഇല്ലെങ്കിൽ ഒതുങ്ങിയിരുന്നില്ല. അപ്പൊ അത്രയും വലിയ പ്രശ്നം നടക്കുന്നതിന്റെ ഇടയിൽ പിന്നെ ഈ ഒരു യുദ്ധത്തിന് ട്രംപ് ഇറങ്ങുന്നു തോന്നുന്നില്ല. എന്നാലും ഇസ്രായേലിന്റെ നെതന്യാഹുവിന്റെ ഭയങ്കര സമ്മർദ്ദം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ചിലപ്പം ഇത് നടക്കാൻ സാധ്യതയുണ്ട്. നടക്കില്ല എന്നൊന്നും പറയാനൊന്നും പറ്റൂല. എന്തായാലും ഇപ്പൊ രണ്ട് സൈഡും നല്ല ഹോട്ടായിട്ട് ഇരിക്കുക. ഹോട്ട് ബെഡാണ് ഇപ്പോ. രണ്ട് ഹോട്ട് ബെഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തും സംഭവിക്കാം. അപ്പൊ ഇതാണ് ഈ ഒരു ഇന്നത്തെ ബ്രേക്കിംഗ് ന്യൂസ്. ഇനി ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വായിച്ച് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ഇവിടെ കുറെ ആൾക്കാർ ഹായ് ഹലോ എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഓക്കെ. പക്ഷെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി എഴുതുക. ഇപ്പോൾ അവിടെ ഏത് നമസ്കാരമാണ് നടക്കുന്നത്? ലൊഹർ. പിന്നെ അറബിനെ ഒന്നിക്കാൻ എന്താ വഴി? അറബ് രാജ്യങ്ങളെ ഒന്നിപ്പിക്കാൻ എന്താ വഴി? അത് ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അതല്ലേ
പിന്നെ കേണൽ ഗദ്ദാഫി എത്രയോ വർഷത്തിന് മുമ്പ് പറഞ്ഞല്ലോ, അറബികൾ ഒന്നിച്ചാൽ, അറബ് രാജ്യങ്ങൾ ഒന്നിച്ചാൽ നമ്മൾ സൂപ്പർ പവർ ആവും. കേണൽ ഗദ്ദാഫിയുടെ പ്രസംഗം ഇപ്പോഴും സാമൂഹിക മാധ്യമങ്ങളിൽ പല സ്ഥലത്തും കിടക്കുകയാണ്. നമ്മൾ അറബികൾ ഒന്നിച്ചാ പിന്നെ നമ്മളെ ചോദ്യം, പിന്നെ നമ്മൾ സൂപ്പർ പവർ ആവും. എന്നിട്ട് കേണൽ ഗദ്ദാഫി തന്നെ പറയാണ്, പക്ഷെ നമ്മൾ ഒരുമിക്കൂല, കാരണം എന്താണ്, എല്ലാവരും ഓരോന്നായിട്ട് വിഭജിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അല്ലെ പറയുന്നുണ്ട്. അപ്പോ കേണൽ ഗദ്ദാഫിനെ കൊണ്ട് സാധിക്കാത്തത് ഇപ്പോഴത്തെ കാലത്ത് സാധിക്കൂലല്ലോ. ഒന്നാമത്തത് അറബികളെ ഒന്നിക്കാൻ ഇസ്രായേലും അമേരിക്കയും സമ്മതിക്കൂലല്ലോ. അറബികൾ തമ്മിൽ തല്ലി നടന്നാലാണല്ലോ, ദുർബലപ്പെടുത്തിയിട്ടാണല്ലോ അവരെ കീഴടക്കാൻ പറ്റുള്ളൂ. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അമേരിക്ക ഇറാന് ആക്രമിച്ചാൽ ഇറാൻ ഇസ്രായേലിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും. ഇറാൻ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഇസ്രായേലിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും. രണ്ട്, ഒരൊറ്റ അമേരിക്കൻ ബേസും, ഇപ്പൊ നേരത്തെ കണ്ടല്ലോ ആ മാപ്പില്, അത് ഒരൊറ്റ എണ്ണം 100 കണക്കിന് അമേരിക്കൻ ബേസ് ഉണ്ട്. ഒന്നും ബാക്കിയാവില്ലൊക്കെ ഞങ്ങളുടെ റേഞ്ചിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ രണ്ട് സംഗതി നടക്കുക, പിന്നെ ഇസ്രായേലും ഉണ്ടാവില്ല. അതാണ് രണ്ട് കാര്യങ്ങൾ. പിന്നെ സൗദിയും UAE എന്നീ രാജ്യങ്ങളാണ് ഇസ്രായേലിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത്. അതൊക്കെയാണ് ഈ പ്രശ്നങ്ങളെ. അറബ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിന്നിട്ട് ഉപരോധം ഏർപ്പെടുത്തിയാൽ മതി, യുദ്ധം ചെയ്യണ്ട, ഉപരോധം ഏർപ്പെടുത്തിയാൽ മതി, എല്ലാ പ്രശ്നവും തീരും. പക്ഷെ അത് ഒരിക്കലും സാധ്യമല്ല. പിന്നെ ഇറാനെ അടിക്കാൻ അതിൽ യാതൊരു സംശയമില്ല. ഇറാനെ അടിക്കും എന്ന് പറയാണ്. പക്ഷെ തിരിച്ചടി മാരകമാകും. ഇറാഖ് പോലെ, സിറിയ പോലെയോ ലിബിയ പോലെയോ ആയിരിക്കില്ല. സിറിയ ലിബിയ അതൊക്കെ മുമ്പത്തെ കാലല്ലേ, അന്നൊക്കെ സംഗതികൾ വളരെ തികച്ചും വ്യത്യസ്തമായിരുന്നു. ഇന്നത്തെ ഇറാനല്ല. റഷ്യനെ വരെ സഹായിക്കുന്നത്, യുദ്ധത്തിൽ സഹായിക്കുന്നത് ഇറാനാണ്. അപ്പൊ ഇറാന്റെ ശക്തി എത്ര ഉണ്ടാവും അതിൽ തന്നെ മനസ്സിലാക്കാം. കാലങ്ങളൊക്കെ മാറിപ്പോയില്ലേ, പണ്ടത്തെ ഒന്നല്ല ഇപ്പോ അത് ഒരു സംഗതിയും. പിന്നെ അറബ് നാട്ടിൽ ഇനി ഇസ്ലാം കൾച്ചർ കൂടി വരുന്നു എന്നൊരാൾ പറയുന്നുണ്ട്. എന്ത് കണ്ടിട്ടാണോ പറഞ്ഞത്? കൂടി വരിക പറഞ്ഞാൽ അത് ഓൾറെഡി മുസ്ലിം രാജ്യമാണല്ലോ. സുരേഷ് കാവി പട ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഏതാണ് ഈ സുരേഷ് കാവി പട? വല്ല സംഘി ഭീകരന്മാരായിരിക്കും. ഒരു ചുക്കും ചുണ്ടാൻ പറയില്ല. കെന്റിന്റെ കുഴിയിൽ കിടക്കുന്ന തവളകള് ഇറാനെ കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ പാകിസ്ഥാനെ കുറിച്ച് പറയും, നിങ്ങൾക്ക് അതിനുള്ള ഗതിയേ ഉള്ളൂ. പാകിസ്ഥാനെ കുറിച്ച് പറഞ്ഞ് ചാവുക സംഘികളെ. അപ്പൊ അത് ഏതാണവ സുരേഷ് കാവി? പിന്നെ ജൂതന്റെ ബോംബ് വെസ്റ്റ് ബാങ്കിലെ ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ പതിക്കണം. ഓൾറെഡി പതിച്ച്, ഇനി എന്ത് പതിക്കാനാണ്? ഓൾറെഡി പതിച്ച് ഗാസയിൽ ഉണ്ടായിരുന്ന വളരെ പഴക്കം ചെന്ന 2 ക്രിസ്ത്യൻ പള്ളികൾ, ഏറ്റവും വലുതുമാണ് ഏറ്റവും പഴുതുമാണ്, അത് ഇപ്പോഴാണ് തകർത്തത് ഈ ഒക്ടോബർ 7 ശേഷം. അപ്പൊ അതൊക്കെ നടക്കുന്നുണ്ട്. എത്രയോ ക്രിസ്ത്യാനികൾ മരിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും വാർത്തയിൽ ഫിൽട്ടർ ചെയ്ത് കളയും, അതൊന്നും കാണിക്കില്ല. കാരണം അത് കാണിച്ചാല് അപ്പൊ പാലസ്തീനിൽ ക്രിസ്ത്യൻ പള്ളി ഉണ്ടോ, ക്രിസ്ത്യാനികൾ ഉണ്ടോ എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കല്ലോ. പ്രത്യേകിച്ച് ഈ ഇന്ത്യയിലത്തെ വിവരം കെട്ട സംഘികളൊക്കെ, ക്രിസ്സംഘികളൊക്കെ. അപ്പൊ അതില്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ വാർത്ത മറച്ചു വെക്കുകയാണ്. ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചതാണ്. അവിടുത്തെ വലിയ വലിയ ക്രിസ്ത്യൻ പള്ളികളൊക്കെ തകർത്ത് ഇപ്പൊ ഒന്നുമില്ല, ഒക്കെ പൊടിയാക്കി. പിന്നെ എന്താണ് ഹോളി സൂപ്പർക്കാർ പള്ളി, ഹോളി സൂപ്പർക്കാർ പള്ളി, ഒലീവ് അല്ല, അതൊക്കെ അത് തകർത്തുണ്ടെന്ന് അറിയില്ല. 2 ക്രിസ്ത്യൻ പള്ളി തകർത്തിട്ടുണ്ട്, പേരൊന്നും എനിക്കറിയില്ല. നിങ്ങൾ പറയുന്നത് വെച്ചാൽ ഇപ്പൊ ഇപ്പുറത്തായിരിക്കും, ജെറുസലേമിലുള്ള പള്ളികളായിരിക്കും. ഞാൻ ഗാസയിലുള്ള പള്ളിയാണ് പറയുന്നത്. പിന്നെ എന്നാൽ മാത്രമേ ജൂതന് ആയുധം കൊടുക്കുന്ന നസ്രാണികൾ നിർത്തൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ അമേരിക്കക്ക് അറിയാം ക്രിസ്ത്യാനികളെ എന്തൊക്കെയാണ് ഈ ഇസ്രായേലികൾ, ഈ നെതന്യാഹുവിന്റെ ആൾക്കാർ ചെയ്യുന്നത് കൃത്യമായിട്ട് എല്ലാ ക്രിസ്ത്യൻ രാജ്യങ്ങൾക്കും അറിയാം. പക്ഷെ എന്നിട്ടും സഹായിക്കുന്നത് എന്താണെന്നറിയോ? മുസ്ലിം വിരോധം ഒന്നുകണ്ട് മാത്രം. ഏത് രൂപത്തിലാണോ? ഇന്ത്യയില് ക്രിസ്ത്യാനികൾക്കറിയാം സംഘി ഭീകരന്മാർ ഇന്ത്യ ഒട്ടുക്കും ക്രിസ്ത്യാനികളെ കൊല്ലുന്നുണ്ട്, ക്രിസ്ത്യൻ ചർച്ചുകൾ കത്തിക്കുന്നുണ്ട്, ക്രിസ്ത്യൻ സ്ത്രീകളെ വലിച്ചു കീറുന്നുണ്ടെന്ന് അറിയാം. എന്നിട്ടും സംഘികളുടെ ഭാഗത്ത് കൂടുന്നത് എന്താ അറിയോ? അത് ഈ മുസ്ലിം വിരോധം കാരണമാണ്. മുസ്ലിങ്ങൾ എന്നാലും നിങ്ങൾക്ക് ചരിത്രം പരിശോധിക്കാം, എവിടത്തെ ചരിത്രം പരിശോധിക്കാം. മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ ആക്രമിക്കുന്നേ ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്.
അങ്ങനത്തെ സ്ഥലത്ത് ഇവരുടെ പള്ളിയൊക്കെ തകർത്ത് ക്രിസ്ത്യാനികളുടെ അരിഞ്ഞ് തള്ളുന്ന സംഘികളുടെ കൂടെ കൂടിയിട്ട് വലിയ ഒച്ചയും ബഹളം കൂട്ടാണ് മുസ്ലിങ്ങൾക്കെതിരെ. അതേപോലെ തന്നെയാണ് അവിടെയും. അവിടെ ഇസ്രായേലിലൊരു ഒരു മതയുദ്ധം അല്ല നടക്കുന്നത്, അത് തെറ്റിദ്ധരിപ്പിച്ച് വെച്ചതാണ്. മതയുദ്ധം അല്ല നടക്കുന്നത്. മതയുദ്ധമാണെങ്കിൽ ഈ പറഞ്ഞ പോലെ അമേരിക്കയോ ഫ്രാൻസോ ജർമ്മനിയോ ബ്രിട്ടനോ ഒന്നും തന്നെ ഇസ്രായേലിനെ സഹായിക്കൂല. കാരണം ക്രിസ്ത്യൻ വിരോധികളാണ് ഇസ്രായേലികൾ. പക്ഷെ എന്നിട്ടും സഹായിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സ്ഥലം കയ്യേറാൻ വേണ്ടി മാത്രമാണ്. പിന്നെ മിഡിൽ ഈസ്റ്റിലുള്ള ചില താല്പര്യങ്ങൾ പാശ്ചാത്യരുടെ, അതിന് വേണ്ടിയിട്ടാണ് യുദ്ധം. അല്ല മതവുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇന്ത്യയിൽ പറയുന്നത് മതയുദ്ധമാണ് അവിടെ നടക്കുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇപ്പോ മതത്തിനെ രക്ഷിക്കാൻ വേണ്ടി ഇസ്ലാമിക രാജ്യം പണിയാൻ വേണ്ടി വന്നതാണല്ലോ ഇസീസ് ഭീകരന്മാര്. എന്താണ് ആ ഭീകരന്മാർ അവിടെ പോയിട്ട് പാലസ്തീനികളെ സഹായിക്കാത്തത് അത്ര വലിയ മുസ്ലിങ്ങളാണെങ്കിൽ? അപ്പൊ അത് മതയുദ്ധമല്ല. ഈ ഇസീസ് ഭീകരന്മാരും മതം വിശ്വസിക്കുന്നവരൊന്നല്ല. അവർ സംഘികളെപ്പോൾ തന്നെ അവർക്ക് അക്രമകാരികൾ മാത്രമാണ്, വേറൊന്നുമല്ല. ഇസ്രായേലിന്റെ കൂലിപ്പട്ടാളമാണ് ഈ ഇസീസ് ഭീകരന്മാര്. അവിടെ മതയുദ്ധം അല്ല നടക്കുന്നത്, അത് വളരെ വ്യക്തമാണ്. പക്ഷെ മതം തലക്ക് പിടിച്ചവരോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ കുവൈറ്റിലാണ്, ഇപ്പൊ തന്നെ എമർജൻസി ലീവ് എടുത്തു പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ടെന്ന് പറയണ്. എന്താ അറിയില്ല. പിന്നെ കുറെ ആൾക്കാർ അസ്സലാം വലൈക്കും എന്നൊക്കെ പറയുന്നുണ്ട്. വാലിക്കും സലാം. ഇറാഖ് ഇപ്പോ ഇസ്ലാം പവർ ആണോ നിലവിൽ? ഇറാഖിലത്തെ അവസ്ഥ എന്താണെന്നറിയില്ല. അവിടെ ഒരു പ്രൈം മിനിസ്റ്റർ ഒക്കെ ഉണ്ട്. എന്താ അവിടുത്തെ കോലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പൊ ഇറാഖ് ഇറാന്റെ ഭാഗത്താണ്. മുമ്പ് ഒരു ശത്രുക്കളായിരുന്നല്ലോ. ഇപ്പൊ ഇറാഖ് അമേരിക്കക്കാരനൊക്കെ ആട്ടി ഓടിച്ചതിന്റെ ശേഷം ഇപ്പൊ ഇറാനുമായിട്ട് നല്ല സൗഹാർദ്ദത്തിലാണ്. പിന്നെ ഹിരോഷിമയിൽ അമേരിക്ക ബോംബ് ഇട്ടപ്പോ 42 കിലോമീറ്റർ ചുറ്റളവിലാണ് നാശം വന്നത്. ഇതുപോലെ ഒരെണ്ണം ഇറാൻ ഇസ്രായേലിൽ ഇട്ടാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് മതത്തിനെതിരെയാണെന്ന് പറഞ്ഞിട്ട് ആൻസർ ഉണ്ടാക്കാത്തത്. ഇറാഖിൽ നിന്നും അമേരിക്കയുടെ സൈന്യത്തോട് പിന്മാറാൻ പറഞ്ഞു. ആ ഇറാഖിലും താവളങ്ങളുണ്ട് കേട്ടോ. ഈ അമേരിക്കൻ സൈന്യം മുമ്പത്തെ പോലെ ഭരിക്കുന്നില്ലെങ്കിലും താവളങ്ങൾ ഇപ്പോഴും ഉണ്ട് ഇറാഖില്. പിന്നെ പിന്മാറാൻ പറഞ്ഞു. ഇറാൻ ആണവ കേന്ദ്രം ഉടനെ ഇസ്രായേൽ ആക്രമിക്കും എന്ന് അമേരിക്കൻ മുന്നറിയിപ്പ് നൽകി. അപ്പൊ ഇതന്നെയല്ലേ ഞാൻ എത്ര നേരം ഈ വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശം പറയാൻ പറയുമ്പോൾ ഞാൻ പറഞ്ഞ വാർത്ത അവിടെ കോപ്പി അടിച്ച് വെച്ചിട്ട് എന്ത് കാര്യമുണ്ട്? വെറുതെ വായിച്ചിട്ട് എന്താ കാര്യം? നസ്രാണിയുടെ പീഠത്തിൽ ബോംബ് വീഴുമ്പോൾ അങ്ങ് മനസ്സിലാവും എന്ന് പറയാണ്. പിന്നെ 2025 ജൂണിൽ ഈ സീസണിലെ ആദ്യത്തെ അണുബോംബ് വീഴും. യമൻ, യുക്രൈൻ, ഇറാഖ് സാധ്യത ലിസ്റ്റ്. ഈ ഏതെങ്കിലും ഒരു രാജ്യത്ത് അണുവായുധം വീഴുന്നാണ് പറയുന്നത്. എപ്പോ? ജൂണിൽ, അതായത് ഈ മാസം. എനിക്കറിയില്ല. അണുവായുധമൊന്നും വീഴാൻ സാധ്യതയൊന്നുമില്ല. അഫ്ഗാനിലും പാക്കിലും US ബേസ് ഉണ്ടോ? പാകിസ്ഥാനിലുണ്ട്. അഫ്ഗാനിസ്ഥാനത്തൊക്കെ എടുത്ത് ഓടിയല്ലോ. പാകിസ്ഥാനിലുണ്ട്. പാകിസ്ഥാനിൽ മറ്റേ മോദി തള്ളി പറിച്ചില്ലേ, നൂർ ഖാൻ ബേസ് ഞങ്ങൾ തകർത്തു എന്ന് പറഞ്ഞില്ലേ, അത് തകർത്തിട്ടുണ്ടായിരുന്നില്ല. അവിടെ അതാണ് അമേരിക്കൻ ബേസ്. അവിടുത്തെ തൊട്ടിട്ട് പോലും ഇല്ല. അങ്ങനെ ഇന്ത്യൻ ജനോട് പാച്ച നോള പറയണേ. ഓരോ ചക്കക്കുരു, വിശ്വഗുരു എന്ന് പറയാ, ചക്കക്കുരുകൾ ഫുള്ള്. നിങ്ങൾ എല്ലാവരും ലൈവ് കാണുന്നവർ ഹായ് ഹലോ പറയാതെ ഇക്കാക്ക് വായിക്കാൻ കമന്റ് ഇടുക. വെറുതെ ഹായ് കൂയ് എന്നത് നിർത്തുക. അതന്നെയാണ് ഞാൻ പറയുന്നത്. കുറെ ഹായ് ഹൂയ് വായിച്ച് ടൈം കളിട്ട് കാര്യമില്ലല്ലോ. നിങ്ങളുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ടാണ് ഈ സൈഡ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇനി ശുദ്ധവംശങ്ങളായ ആര്യ യഹൂദകാലം ഭാരതം ഇസ്രായേലും ലോകഭരണം കയ്യേറാതെ ലോകം അവസാനിക്കില്ല എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട്. അതെ. ഹൂത്തികൾ എത്ര മിസൈൽ വിട്ടിട്ടും ബെൻ ഗുറിയനിലേക്കുള്ള ദൂരം മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ. പഠിച്ചു വരുന്നുണ്ട്. താമസിയാതെ ബെൻഗുരിയനിലെത്തും എന്ന് കരുതാം. ബെൻഗുരിയനിലേക്ക് ഇപ്പൊ 2 മിസൈൽ എത്തി. ഇപ്പൊ ഇന്നലെ ഒന്നെത്തി, പിന്നൊന്ന് 1.5 മാസം മുമ്പ് ഒന്നെത്തി. കൊള്ളും ചെയ്തു. പക്ഷെ എന്താണ്, മീറ്ററുകളുടെ വ്യത്യാസമുണ്ട്. 100 മീറ്റർ വ്യത്യാസത്തിലേക്കാണ് വന്ന് കൊള്ളുന്നത്.
റൺവേയുടെ അവിടെയാണ് കൊള്ളുന്നത്. ഇപ്പൊ വിട്ടതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏതൊരു മിമിക്രിയിൽ പറഞ്ഞ പോലെ ഒരു ഇത്തിരി കൂടി ഇങ്ങോട്ടാണെങ്കിൽ ഒക്കെ കൂടി പോയി കിട്ടിയെന്ന് പറഞ്ഞ പോലെ ആയിരുന്നു. പക്ഷെ അങ്ങനെ ആവുന്നില്ല. പിന്നെ ഇസ്രായേൽ പാലസ്തീൻ വിഷയം അവസാനിച്ചാൽ പകുതി പ്രശ്നം കഴിഞ്ഞു. പകുതിയല്ല, ഒരുവിധം മുഴുവൻ പ്രശ്നം തീർന്നു. ഇസ്രായേൽ അവിടുന്ന് ഓടിച്ചിട്ട് അവിടെ പാലസ്തീൻ രാജ്യം വന്നാല് പിന്നെ മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അമേരിക്കക്ക് പിന്നെ കൈയിടാനും പറ്റൂല മിഡിൽ ഈസ്റ്റിലൊന്നും. അതുകൊണ്ടാണ് ആ ഒരു വ്രണം എപ്പോഴും മാന്തി 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 കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇസ്രായേൽ പാലസ്തീൻ വിഷയം അത് പറഞ്ഞല്ലോ, ലോകം മൊത്തം അരാജകതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അത് ഇന്ന് തുടങ്ങിയല്ലോ, 20-25 വർഷമായില്ലേ ചെറിയ ചെറിയ രാജ്യങ്ങളെ ആക്രമിച്ച് അവരുടെ രാജ്യം കീഴടക്കുക. അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസൊക്കെ ചേർന്നിട്ടേ എന്നിട്ട് അവരുടെ പ്രകൃതി സ്രോതസ്സുകളും അവരുടെ മുതലൊക്കെ കട്ടെടുക്കുക, അതൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കല്ലേ. അറബ് രാജ്യങ്ങളുടെ എന്താണ് ഇസ്രായേൽ പാലസ്തീൻ വിഷയം എന്താ പറഞ്ഞ തൂഫാൻ അക്സ മോചനം എന്താണ് അത് ഇനി നീളില്ല സാറ്റർഡേ ചർച്ച പൊളിഞ്ഞു എന്ന് പറയാണ്. ചർച്ച അല്ലെങ്കിലും ഒക്കെ തകർന്ന് തരിപ്പണായിക്കണല്ലോ. ചർച്ച ഒന്നുമില്ല ഇനിയൊക്കെ ട്രംപിന്റെ കയ്യിലാണ്. ഇറാൻ ആദ്യം ആക്രമിക്കൂലല്ലോ, ഇറാൻ ആക്രമിച്ചാലേ ആക്രമിക്കുള്ളൂ. അപ്പൊ എല്ലാതും ട്രംപിന്റെയും നെതന്യാഹുവിന്റെ കയ്യിലാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ആക്രമിക്കട്ടെ. അറബ് രാജ്യങ്ങളുടെ വിചാരം, പ്രത്യേകിച്ച് സൗദി അറേബ്യ, UAE ഇവരൊക്കെ സുരക്ഷിതരാണ് എന്നാണ്. അത് വെറും ഒരു മണ്ടത്തരമാണെന്ന് പറയാണ്. കാരണം അമേരിക്കൻ സൈന്യം ഉണ്ടല്ലോ അവിടെ. അപ്പൊ അമേരിക്കൻ സൈന്യം ഉണ്ടെങ്കിൽ ആ രാജ്യമൊക്കെ സുരക്ഷിതമാവുമല്ലോ എന്നുള്ളൊരു ധാരണ ഉണ്ട് എന്നാണ് ഈ പറയുന്നത്. പിന്നെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് മിലിറ്ററി ഫാമിലീസ് ജോലിക്കാരെ ഒക്കെ ഒഴിവാക്കുന്നുണ്ട് എന്ന് പറയാണ്. അതാണ് ഞാൻ ഈ വാർത്തയിൽ പറഞ്ഞത്. എനിക്ക് ആ വാർത്ത ഇന്നലെ പോലെ കെട്ടാൻ തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാരെ ഒഴിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇത്തവണ സയനിസ്റ്റ് തെമ്മാടികൾ തീർന്നത് തന്നെ, എല്ലാം ചത്തൊടുങ്ങണം എന്ന് പറയുന്നുണ്ട്. ഇനിയത്തെ ആക്രമണം അതൊരു എന്താ പറയാ, രണ്ടും കൽപ്പിച്ചിട്ടില്ല. അവസാന പോരാട്ടമായിരിക്കും ഈ നടക്കാൻ പോകുന്നത്, മുമ്പത്തെ പോലെയല്ല. പിന്നെ ലോകം നശിക്കട്ടെ എന്നൊരാൾ പറയുന്നുണ്ട്. പിന്നെ എന്താണ്, മെഹദി പ്രത്യക്ഷപ്പെടുമ്പോൾ മധ്യപൂർവേഷ്യയിലെ എന്തൊക്കെ സംഭവിക്കുന്നു പറയുന്നുണ്ട്. ആദ്യം അടിക്കേണ്ടത് സൗദി ഉൾപ്പെടെ കൂട്ടിക്കൊടുപ്പ് രാജ്യങ്ങളെയാണെന്ന് ഒരാൾ പറയുന്നുണ്ട്. അജിത് ഡോവൽ എങ്ങോട്ടാ അല്ല, അജിത് ഡോവലിനെ അങ്ങോട്ട് അയച്ചാൽ മതിന്ന്. എന്നിട്ട് എന്തിനാ പേടിച്ചോടാനോ? സംഘീ ഭീകരന്മാര് പേടി തൊണ്ടന്മാരാണ്. ഇന്ത്യക്ക് പുറത്തു ഒരു ധൈര്യമില്ല. ഇന്ത്യക്ക് അകത്ത് മുസ്ലിങ്ങളുടെ നേരെ കുരച്ചു ചാടാൻ ഭയങ്കര ധൈര്യ. പിന്നെ സൗദി ഏത് പേരിൽ ഭീകരവാദികളെ ഇറക്കിയാലും ഇസ്രായേൽ തലയെരിയും. എന്താണ് ഉസാമയെ മറന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരാള്. ഇറാൻ, യുക്രൈൻ, അമേരിക്ക, റഷ്യ തലവന്മാർക്ക് വധഭീഷണി എത്രമാത്രം? ഇറാൻ, യുക്രൈൻ, അമേരിക്ക, റഷ്യ എന്താണ്, ഞാൻ അങ്ങനത്തെ വാർത്ത ഞാൻ കണ്ടില്ല. ഇറാൻ തകരും, കൂടെ മുനാഫിക് രാഷ്ട്രം തകരുന്ന്. ഇറാൻ പൊരുതി തോൽക്കും, എല്ലാവരും എന്താണ് റാലചതിക്കും, എല്ലാവരും വാലചതിക്കുക. റഷ്യ ഉൾപ്പെടെ അതോടുകൂടി മുനാഫിക് രാഷ്ട്രം പൊളിയെന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട്. ഒന്ന് കൃത്യമായിട്ട് എഴുതി, എന്താണ് ഈ വാലചതിക്ക്, എന്ത് സാധനം ഒന്നും മനസ്സിലാവണില്ലല്ലോ. അങ്ങനെ അവസാനിക്കില്ല ലോകാവസാനം അടുക്കുമ്പോൾ, അങ്ങനെ അവസാനിക്കില്ല. ലോകാവസാനം അടുക്കുമ്പോൾ മാത്രമേ പ്രശ്നം അവസാനിക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട്. പാലസ്തീൻ ആക്രമിക്കപ്പെടുമ്പോൾ ആർക്കും സമാധാനം വേണ്ട, എല്ലാവരും തകരട്ടെ, ഭൂമി ഇനി വേണ്ട എന്നൊരാൾ പറയുന്നുണ്ട്. പാലസ്തീൻ ചിരിക്കാതെ ലോകം അവസാനിക്കില്ല എന്നൊരാൾ പറയുന്നുണ്ട്. ഇറാനിൽ ബോംബ് വീണാൽ പ്രവാസികൾ ആ സെക്കൻഡില് നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് വൈകിച്ചാൽ ലോക്കാവും എന്ന് പറയാണ്. പിന്നെ വിമാനമൊന്നും ഉണ്ടാവില്ലല്ലോ. പക്ഷെ യുദ്ധം പേടിക്കണ്ട, അധികം നീണ്ടു നിൽക്കൂല. ഇന്നത്തെ കാലത്തെ യുദ്ധം രണ്ടും കൽപ്പിച്ചുള്ള യുദ്ധമാണെങ്കിൽ ഇപ്പൊ റഷ്യ യുക്രൈൻ യുദ്ധം നീളാൻ കാരണം എന്താ അറിയോ? അത് പുടിന്റെ കാരണമാണ്. പുടിൻ വളരെ സ്ലോ ആയിട്ട്
പഴയ പഴയ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥലങ്ങൾ പിടിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണി എന്ന നിലക്കാണ് യുദ്ധം നടത്തുന്നതെങ്കിൽ 2 ദിവസം കൊണ്ട് ആ യുദ്ധം കഴിഞ്ഞിട്ടുണ്ടാവും. ഇറാൻ അതുപോലെയാണ്. ഇറാന്റെ രാജ്യസുരക്ഷക്കാണ് ഭീഷണി. അപ്പൊ ഈ യുദ്ധം അധികം നീണ്ടു നിൽക്കില്ല. തുടങ്ങിക്കഴിഞ്ഞാലത്തെ കാര്യം പറയട്ടോ. പിന്നെ ഇറാനിൽ ഇവിടെ കുവൈറ്റിൽ ഒന്നും വിഷയമല്ല. അവർ ഇവിടെ പിന്നെന്താണ് പെപ്സി KFC കുടിച്ച് നടക്കുന്നുണ്ട് എന്ന്. എല്ലാം മതിമറന്നിട്ടേ പെപ്സിയും KFC ഒക്കെ ഇസ്രായേലിനെ കച്ചവടം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇമാം മെഹദി മസ്ജിദുൽ അക്സ മോചിപ്പിക്കുന്ന ആ സുന്ദരമ നിമിഷം എന്നൊക്കെ ഒരാൾ പറയുന്നുണ്ട്. പിന്നെ ഗതി കെട്ടാൽ ഇറാന് ലാസ്റ്റ് ഉപയോഗിക്കാൻ റഷ്യൻ ആണവ ബോംബ് കൊടുത്തിട്ടുണ്ടാവും. ഇത് ഇറാന്റെ ധൈര്യം കാണുമ്പോൾ അതാണ് മനസ്സിലാവുന്നത് എന്നൊരാൾ പറയുന്നുണ്ട്. പക്ഷെ അണുവായുധം അങ്ങനെ കൊടുത്തിട്ടില്ല. റഷ്യ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്നോ കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പൊ കൊടുക്കൂലല്ലോ. അഫ്ഗാനിൽ US ബേസ് ഇല്ലെങ്കിൽ പിന്നെ ആ ന്യൂസിൽ കണ്ടതോ എന്ന് ചോദിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനില് മുമ്പുണ്ടായിരുന്നു, ഇപ്പൊ ഉണ്ടെന്ന് തോന്നില്ല. കാരണം നമ്മൾ കണ്ടതാണല്ലോ 2 കൊല്ലം മുമ്പ് ചട്ടിയും കാലം എടുത്ത് ഒന്നിച്ച് ഓടി ഒരൊറ്റ ദിവസം എല്ലാവരും കൂടി ഓടിയത് നമ്മൾ കണ്ടതാണ്. അവിടെ അമേരിക്കയുടെ ബേസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതൊരു സന്ധി പ്രകാരം പടിപടിയായിട്ടാണ് പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവിടെ ബേസ് ഉണ്ടെന്ന്. പക്ഷെ അന്ന് അങ്ങനെ എല്ലാവരും സംഭവിച്ചത്. അന്ന് എല്ലാവരും കൂടി ഓടി, എന്തോ ഒരു ഭൂകമ്പം വരുന്ന പോലെ ഒക്കെ കൂടി ഓടി വിമാനത്തിൽ കയറി എല്ലാവരും കൂടി സ്ഥലം വിടുകയല്ലേ ചെയ്ത് അവരെ സാധനങ്ങളൊക്കെ ഇട്ടിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവിടെ ബേസ് ഇല്ല. പിന്നെ അത് മാത്രമല്ല, അമേരിക്കയുടെ എല്ലാ ആയുധങ്ങളും ഇപ്പോ താലിബാന്റെ കയ്യിലാണ്. അപ്പൊ ബേസ് ഉണ്ടെങ്കിൽ അങ്ങനെ എടുക്കാൻ പറ്റൂലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് അവിടെ ഇല്ലാന്ന്. പിന്നെ വല്ല ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ യാഥാർത്ഥ്യം എനിക്കറിയില്ല. ടെൽ അവീവിൽ കൂട്ടക്കരച്ചിൽ കാണുമോന്ന്. യുദ്ധം തുടങ്ങട്ടെ. അപ്പൊ ഇപ്പൊ തന്നെ കൂട്ടക്കരച്ചിലാണ്. ഒരു മിസൈൽ വന്നപ്പോ അംബാസഡർ കണ്ടില്ലേ, അത് ആ സമയത്ത് ഇറങ്ങി ഓടുന്നതാണ് ആ വീഡിയോ. പിന്നെ എന്താ വെച്ചാൽ അതിൽ സൗണ്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അറിഞ്ഞത്. അതൊക്കെ തന്നെയാണ്. ഇപ്പൊ മിസൈൽ വരുമ്പോ തന്നെ ഇറങ്ങി ഓടുകയാണ്. അംബാസഡറിനെ ഇറങ്ങി ഓടുകയാണെങ്കിൽ മറ്റുള്ള ആൾക്കാരുടെ കാര്യം പറയണ്ടോ. അത് ഓരോ മിസൈൽ വരുമ്പോ ഒരു 100 വന്ന എന്തായിരിക്കും സ്ഥിതി? കൊറിയ എന്ത് പറയുന്നു? കൊറിയ അവരിപ്പോ റഷ്യനെ സഹായിക്കുന്നുണ്ട്, അവര് ഗാസയില് സഹായിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്, കുറെ സഹായിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് അവർ പോകുന്നുണ്ട്. എന്റെ ഒരു കമന്റ് വായിച്ചില്ല എന്നൊരാൾ പറയുന്നുണ്ട്. അതിപ്പോ ഏതാണ് ഇതിന്റെ ഇടയിൽ നിന്ന് അറിയില്ല, ഒരുപാടുണ്ടല്ലോ. ഓക്കെ, എനിവേ, അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഈ ലൈവിൽ പറയാനുള്ളത്. അപ്പോൾ നമുക്ക് കാത്തിരുന്ന് നോക്കാം 1-2 ദിവസം. പക്ഷെ ഇപ്പൊ എല്ലായിടത്തും ഹൈ അലർട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരത്തെ കൂട്ടി ഞാൻ നിങ്ങളെ ഈ വാർത്തയിൽ കൂടെ ഈ ഒരു കാര്യം ശ്രദ്ധിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ലൈവിൽ വന്ന ആളുകളുടെ എണ്ണം 3739. ഇന്ന് രാത്രി മറ്റൊരു ലൈവിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ ഒരു കമന്റ്സ് കൂടി വന്നിട്ടുണ്ട്, പിന്നെ വായിക്കത്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ